കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. 2026 ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നാം ഇവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ ഈ പുതുവർഷത്തിൽ വന്ന് പറയേണ്ടുന്നത്? ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങളും കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൂടെ എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നാം, പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയെ നിർണയിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കത് അല്പം കയ്പ് പോലെ തോന്നിയാലും പിന്നത്തേതിൽ അത് മധുരിക്കും എന്നുള്ള കാര്യത്തിൽ 100% സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 8ാമത്തെ അധ്യായം വരെ നമ്മൾ പൂർത്തിയാക്കി. 4 ബാധകൾ അതും നമ്മൾ കണ്ടു. ഇനി 5ാമത്തെ ബാധയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 5ാമത്തെ ബാധ എത്രത്തോളം മനുഷ്യനെ ഉപദ്രവകരമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കൃത്യമായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നമ്മൾ കണ്ടെടുത്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 9ാമത്തെ അധ്യായം 1ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 5ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണു കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. 5ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. ആരാണത് കണ്ടത്? യോഹന്നാനാണ് അത് കാണുന്നത്. അവിടെ 5ാമത്തെ ദൂതന്റെ ആ ഒരു കാഹളനാദത്തോടുകൂടി ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുകയാണ്. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. താഴേക്ക് വീണൊരു ദൂതൻ, പക്ഷെ അവന് അധികാരം ദൈവം കൊടുക്കുകയാണ്. ഒരു പരിധി വെച്ചിട്ടുണ്ട്, അവന്റെ അധികാരത്തിന് ഒരു പരിധി വെച്ചിട്ടുണ്ട്. എല്ലാ ദൂതന്മാർക്കും ദൈവം കൊടുത്തേക്കുന്ന അവർ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അപ്പൊ ഇവിടെയും ഈ ദൂതന് പരിധി കൊടുത്തിട്ടുണ്ട്. അഗാധകൂപം എന്നുള്ളത് തടവിലായിരിക്കുന്ന ആത്മാക്കളുടെ ഒരു സ്ഥലം, അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കൾ പതിയിരിക്കുന്ന സ്ഥലം. ആ അഗാധ കൂപത്തിന്റെ താക്കോലാണ് ദൈവം അവന് കൊടുത്തത്. വെളിപ്പാട് പുസ്തകം 9ന്റെ 2ാം വാക്യം. അവൻ അഗാധ കൂപം തുറന്നു, ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്നും പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അഗാധ കൂപം തുറന്നപ്പോൾ ഈ ദുഷ്ടാത്മാക്കളെ വേർതിരിച്ചു മാറ്റി ഇരുത്തിയിരിക്കുന്ന ആ സ്ഥലത്തെ തുറന്നപ്പോൾ വലിയ രീതിയിലുള്ള പുകയുണ്ടായി. അതവിടെ കാണിക്കുന്നതിന് ഒരു ആത്മീയ ഇരുട്ടിന്റെ, സത്യം മറയ്ക്കുന്ന ഒരു ഭ്രമ, ഒരു വഞ്ചനയുടെ കുറെ കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. അതിനായിട്ടുള്ള ആത്മാക്കളെ അവിടെ നിന്നും തുറന്നു വിടുകയാണ്. തടവിലായിരിക്കുന്ന കുറെ ആത്മാക്കളെ തുറന്നു വിടുവാനുള്ള അധികാരമാണ് ഈ ആകാശത്ത് നിന്ന് വീണ ഒരു നക്ഷത്രത്തിനുള്ള അധികാരം ലഭിച്ചത്. ഈ ഒരു പുക നിറഞ്ഞ സമയത്ത് ആകാശവും ഭൂമിയും ഇരുണ്ടുപോയൊരവസ്ഥയാണ് നമ്മൾ അവിടെ കാണുന്നത്. 3ാമത്തെ വാക്യം. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു, അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. ഒരു കരിന്തേള് കടിച്ചൊരു കഥ ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ വീട്ടില് അയശയിൽ കിടന്നിരുന്ന സാരി എടുത്തുടുത്ത് കോളേജിലേക്ക് എവിടെയോ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യാൻ ബസ്സിൽ കയറിയപ്പോൾ തൻ്റെ തുടയുടെ ഇടുക്ക് ഭാഗത്തിരുന്ന് എന്തോ കുത്തി കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ പബ്ലിക്കിലായതുകൊണ്ട് പെട്ടെന്ന് കൈ വെച്ച് അതിനെ തടയുവാനോ അല്ലെങ്കിൽ ഒന്ന് ചൊറിയുവാനോ അസഹനീയമായ വേദന, അസഹനീയമായി അത് സഹിച്ചു. എന്നാൽ ബസ് അടുത്ത സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇവിടെയും ഈ ഭൂമിയിലേക്ക് വരുന്ന ഈ വെട്ടുക്കിളികൾക്ക് ഇങ്ങനെയുള്ളൊരു ശക്തി,
തേളിന് ഉള്ളതുപോലെ ഒരു വല്ലാത്തൊരു അരപ്പും. തേള് കുത്തിയിട്ടുണ്ട്. എന്നെയൊക്കെ കുഞ്ഞുനാളിൽ കുഞ്ഞു കുഞ്ഞു തേളുകൾ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ചാണാൻ മെഴുകിയ തറയൊക്കെ ആയിരുന്നല്ലോ കുഞ്ഞുനാളിൽ നമ്മുടെ വീടുകളിലൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് തേളുകൾ കടിച്ചിട്ടുണ്ട്, തേള് കുത്തിയിട്ടുണ്ട്. തേള് കുത്തി പിന്നെ വേദനയാണ്, ഈ അരപ്പ് വേദന എന്നാലും ഒരു ചുടിച്ച് നീറി ഒരു വല്ലാത്തൊരു വേദനയാണ്. അപ്പൊ ഇതുപോലെ ഇവിടെയും തേളുകൾ ഭൂമിയിലേക്ക് വരും, തേളിന്റെ ശക്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. 4-ാം വാക്യം, നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലുള്ള പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിനു കൽപ്പനയുണ്ടായി. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ കണ്ടിരുന്നു 1,44,000 പേരെ ദൈവം മുദ്രയിട്ട് മാറ്റിയിട്ടുള്ളതായിട്ട്. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്ര കൊടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ട് കണ്ടു. ഇവിടെ ഈ വചനത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ ആ മുദ്ര ഏറ്റ വ്യക്തികൾക്ക് യാതൊരുവിധ അനർത്ഥവും ഉണ്ടാക്കരുത്. അഗാധ കൂപം തുറന്ന് അതിലൂടെ പുക പുറത്തേക്ക് വരികയും അത് വെട്ടുക്കിളികളുടെ രൂപത്തിലേക്കാക്കി അവർ ഭൂമിയിലേക്ക് വരികയും അവർക്ക് ലഭിച്ചേക്കുന്ന ശക്തി ഭൂമിയിലുള്ള തേളിന്റെ ശക്തിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് യേശുവിന്റെ മുദ്ര ഏറ്റിട്ടുള്ള വ്യക്തികൾക്ക് യാതൊരുവിധ കേടുപാടുകളും വരുത്തരുത്. അതേപോലെ തന്നെ പച്ചയായതിനും പുല്ലിനും കേട് വരുത്തരുത് എന്ന് ദൈവം അവിടെ കൽപ്പിച്ചേക്കാണ്. എന്നാൽ മറ്റുള്ള മനുഷ്യർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് ഈ ഒരു വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണ രീതിയിൽ വരുന്ന വെട്ടുക്കിളികളല്ല, അല്ലെങ്കിൽ ഒരു തേളല്ല. ഇത് ദുഷ്ടാത്മാക്കളാണ്, ആത്മീയ ശക്തിയുള്ള ദുഷ്ടാത്മാക്കളാണ്. ഇങ്ങനെയുള്ള ദുഷ്ടാത്മാക്കൾ വരികയും ഈ തേളിന്റെ വിഷം പോലുള്ള വേദന നൽകുന്ന ആ ഒരു അധികാരം അവർക്ക് ലഭിക്കുകയും ചെയ്തു. ആ ഒരു അധികാരത്തെ എടുത്ത് ഇവിടെ പ്രവർത്തിക്കാനും പറ്റുമെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. 5-ാമത്തെ വാക്യം പറയുന്നു, അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യരെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ആ വ്യക്തികളെ കൊല്ലാനല്ല, കാരണം കൊല്ലുന്ന വിധത്തിലേക്ക് വിഷം ഇറക്കണ്ട. എന്നാൽ തേള് കുത്തുമ്പോഴുള്ള വേദന പോലെ മനുഷ്യൻ വേദന എടുത്ത് പുളയണം. ഇത് 5 മാസം ദണ്ഡിപ്പിക്കും. 5 മാസം ഈ ബാധ ഭൂമിയിൽ ഉണ്ടാകും. എന്നാൽ അവിടെ ബാധ ഏൽക്കാത്ത ഒരു കൂട്ടം ജനങ്ങളിലേക്ക് ദൈവം സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട്. സാധാരണ മനുഷ്യരിലേക്കൊക്കെയും ഈ ഒരു ബാധ വരികയും ഇവരെ ഇത് കുത്തുകയും ചെയ്യുന്നുണ്ടാകും. ഇവ മനുഷ്യരെ മാത്രം ഉപദ്രവിക്കും. പ്രത്യേകിച്ചും ദൈവത്തിന്റെ മുദ്ര ഏറ്റിട്ടില്ലാത്ത വ്യക്തികളെ മാത്രമായിരിക്കും ഇതിന്റെ ഉപദ്രവം ഉണ്ടാകുക. ഇത് സഭ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന മനുഷ്യരിൽ ദൈവം മുദ്ര ഇട്ടേക്കുന്ന വ്യക്തികളാണ്. അവിടെ അതിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സ്വന്തമായതിനെ ദുഷ്ടന് തൊടാൻ പറ്റില്ല. ദൈവമക്കളെ, ഇന്ന് നിങ്ങളോടും എനിക്ക് പറയാനുള്ളതാണ്, ചില ഓലപ്പീപ്പികളൊക്കെ കാണിച്ചിട്ട് പിശാച് നമ്മളെ ഭീകര അവസ്ഥയെന്നുള്ള രൂപത്തിൽ ചിന്തകൾ തരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ദൈവത്തിന്റെ കയ്യിലാണ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടവരാണ് നമ്മൾ, നമുക്കൊരു അനർത്ഥവും വരില്ല. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടവരാണെങ്കിൽ, സഭ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടവരാണെങ്കിൽ 1,44,000 പേരെ ദൈവം അവിടെ നേരിട്ടവരുടെ നെറ്റിമേൽ മുദ്ര കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ വ്യക്തികൾക്ക് ഒന്നും വരില്ല. അപ്പൊ അവർക്ക് വേദന ഉണ്ടായി, അവർക്ക് മരണം അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഈ അസഹ്യമായ വേദനകൾ, മാനസിക വേദനയും ആത്മീയ വേദനയും ശാരീരിക വേദനയുമായിട്ട് ഉള്ളൊരു വേദന നിലനിൽക്കുന്ന ഒരു കാലമായിരിക്കും ഈ 5 മാസം എന്ന് പറയുന്നത്. അവിടെ മരണം ഇല്ല, അതൊരു പരിധിയിലുള്ളൊരു കാലമാണ്. ഈ 5 മാസവും പരിധിയിൽ നിൽക്കുന്ന കാലമാണ്. ഈ പരിധി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കഷ്ടം കഴിയും. പക്ഷെ ഈ കഷ്ടത്തിൽ മനുഷ്യൻ അത്രത്തോളം വേദന സഹിക്കേണ്ടി വരും. അതാണ് ഈ തേള് കുത്തുന്നവർ, ഈ തേളിനെ പോലെ ഉള്ള വിഷം ലഭിച്ചതായിട്ടുള്ള ഈ വെട്ടുക്കിളികൾ കുത്തുന്ന അല്ലെങ്കിൽ ഉപദ്രവങ്ങളെ വലിയ രീതിയിൽ നേരിടേണ്ടി വരുമെന്നാണ് നമ്മളിവിടെ കാണുന്നത്. 6-ാമത്തെ വാക്യം പറയുന്നു, ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. മനുഷ്യൻ മരിച്ചാൽ മതി, ഈ വേദന എനിക്ക് സഹിക്കാൻ വയ്യേ എന്നുള്ള രീതിയിൽ ദൈവത്തോട് അലമുറ ഇടുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന, ദൈവത്തോട് അലമുറ പോയി ഇടുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ മരണം മതി എന്ന് ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിൽ മനുഷ്യരായി മാറും. പക്ഷേ മരണം അവരെ തൊടില്ല, മരണം അവരെ വിട്ട് മാറി നിൽക്കും.
അത്രയും രീതിയിൽ ഇവിടെ കിടന്ന് വേദന സഹിക്കേണ്ടി വരും. അതാണ് ഈ വചനം ഇവിടെ ഓർപ്പിക്കുന്നത്. ജീവിക്കാൻ പറ്റാത്ത വേദന, എന്നാൽ മരിക്കാനോ അനുവദിക്കത്തില്ല. ദൈവമില്ലാതെ ജീവിതത്തിന്റെ ഒരു വല്ലാത്തൊരു ഭീകരത നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വല്ലാത്തൊരു ഭീകരത. ഈ ഒരു ഭീകരതയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, ഈ മനുഷ്യ ജഡരക്തത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭയങ്കരമാണ്. കുഞ്ഞുങ്ങളെ, ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. നിങ്ങൾ ഈ സഭയോടുകൂടെ ചേർന്നുകൊള്ളൂ. നിങ്ങൾ ഒരു ഡിനോമിനേഷന്റെ കൂടെ ചേരാനല്ല പറയുന്നത്. നിങ്ങൾ ജാതി മതം മാറി വരാനല്ല പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, നിങ്ങൾ രക്ഷ കൈപ്പറ്റിക്കൊണ്ട് സഭയോടുകൂടി ചേർന്നുകൊള്ളൂ. സഭ എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെതാണ്. സഭയോടുകൂടി ചേർന്നുകൊള്ളുക. 7-ാം വാക്യം പറയുന്നു, വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെ, മുഖം മാനുഷ്യമുഖം ഉള്ളതുപോലെയുമായിരുന്നു. അതിന്റെ രൂപം എങ്ങനെയാണെന്ന് വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് യുദ്ധത്തിന് തയ്യാറാക്കിയ ഒരു കുതിരയ്ക്ക് സമം, തലയിൽ അതിന് പൊൻകിരീടമുണ്ട്. കിരീടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു അധികാരമാണെന്ന് നമുക്കറിയാം. അധികാരത്തിന്റെ ഒരു ഭ്രമം മൂടിയിരിക്കുന്ന ഒരു ദുഷ്ടസേനകളാണിത്. അവർക്ക് അധികാരം വേണം, പിടിച്ചെടുക്കണം. ഒരിക്കലും യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ നല്ല ആത്മാവിന്റെ പ്രവർത്തനങ്ങളല്ല ഇതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വചനം തന്നെയാണിത്. മനുഷ്യന്റെ മുഖം എന്നുള്ളത് വഞ്ചനയുടെയും ബുദ്ധി. മനുഷ്യന് ബുദ്ധിയുണ്ട്, അതേപോലെ തന്നെ വഞ്ചനയുമുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമമാണ്. കാരണം അതവിടെ കുറെ കാര്യങ്ങൾ, കുറെ പ്രക്രിയകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. തലയിൽ പൊൻകിരീടമുണ്ട്. അധികാരഭ്രമം തലയ്ക്ക് പിടിച്ചതാണത്. അത് മാത്രവുമല്ല, മുഖം മാനുഷ്യമുഖം പോലെയാകുന്നു. അതായത് ബുദ്ധിയുമുണ്ട്, വഞ്ചനയും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രകൃതത്തിലാണ് ഇതിവിടേക്ക് വന്നേക്കുന്നത്. 8-ാമത്തെ വാക്യം പറയുന്നു, സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്, പല്ല് സിംഹത്തിന്റെ പല്ല് പോലെയായിരുന്നു. സ്ത്രീകളുടെ മുടി എന്ന് പറയുന്നത് പുറമേ ആകർഷണമാണ്. ഇടതൂർന്ന മുടി ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. എന്നാൽ അത് ആകർഷണമാണ്. സ്ത്രീകൾക്ക് ഏറ്റവും ആകർഷണമുള്ളതാണ് നീണ്ട മുടി. ധാരാളം മുടിയുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നീണ്ട മുടി എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് അത് ആകർഷണം ഉണ്ടാക്കുന്നു. അത്രയും ആകർഷണം ഉണ്ടാക്കുന്ന ഒരു രൂപമാണ് അതിൻ്റെതെന്നാണ് പറഞ്ഞേക്കുന്നത്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെയുമായിരുന്നു. അവർ പുറമെ ആകർഷണവും അകത്ത് വഞ്ചനയും ക്രൂരതയും നിറഞ്ഞ് നിൽക്കുന്ന ഇത് അവസാനം എല്ലാം നശിപ്പിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. 9-ാം വാക്യം, ഇതിന് ഇരുമ്പ് കവചമുണ്ട്, ചിറകിന്റെ ഒച്ച പടക്കോടുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെ ആയിരുന്നു. അവനൊരു ഇരുമ്പ് കവചം ഉണ്ട്. മനുഷ്യർക്ക് തടയാൻ പറ്റാത്തൊരു ശക്തിയാണത് അവിടെ കാണിക്കുന്നത്. ഒരു വല്ലാത്തൊരു കവചത്തിലാണ്. മനുഷ്യർ അതിനെ തല്ലിക്കൊല്ലാനോ എന്തെങ്കിലും പ്രയോഗിച്ച് അതിനെ നശിപ്പിക്കാനോ വാക്സിൻ എടുത്ത് നശിപ്പിക്കാനോ ഒന്നും സാധിക്കാത്ത തരത്തിലേക്ക് അതിനൊരു പടച്ചട്ട ഇരുമ്പ് കവചമുണ്ട്. അതൊരു ആത്മീയ രീതിയിലാണ് വരുന്നത്. ഇതിനെ തടയാൻ മറ്റ് ആയുധങ്ങൾ കൊണ്ടോ മറ്റെന്ത് കാര്യങ്ങൾ കൊണ്ടോ സാധിക്കില്ല. 10-ാമത്തെ വാക്യം, തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. അപ്പൊ നമുക്കറിയാം, തേള് എങ്ങനെയാണ്? വാലും മുഖാന്തരമാണ് അത് കുത്തുന്നത്. വാലിലാണ് അതിന്റെ വിഷം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇതിനും തേളിനുള്ളതുപോലെ വിഷം ഇതിന്റെ വാലിനാണുള്ളത്. വാൽ പിന്നിൽ നിന്നും വരുന്ന ആക്രമണമാണ്. നമുക്കറിയാം, നമുക്ക് മുന്നിലൂടെ വരുന്ന ആക്രമണത്തെ നമുക്ക് എങ്ങനെയും ചെറുത്ത് നിൽക്കാൻ പറ്റും. പക്ഷേ ഇത് പിന്നിലൂടെ വരുന്ന ആക്രമണം, അതായത് മുൻപിൽ കാണുന്ന സമയത്ത് യാതൊരുവിധ പ്രശ്നവുമില്ല, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് അഴകായിട്ട് തോന്നും. എന്നാൽ പുറകിൽ ഒളിച്ചിരിക്കുന്നത് വലിയ വഞ്ചനയുടെ, വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങളുടെ, വഞ്ചനകളുടെ കാര്യമാണ്. അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വേദന തരുന്ന കാര്യമാണ്. എന്നാൽ ഇത് 5 മാസം ഉണ്ട് എന്നുള്ളത് വീണ്ടും ഇവിടെ ഈ വചനത്തിലൂടെ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. 11-ാമത്തെ വാക്യം, അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവോൻ എന്നും പേർ. അബദ്ധോൻ, അപ്പല്ലോൻ എന്നാൽ നാശകൻ എന്നാണ് അർത്ഥം. ഇതിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നശിപ്പിക്കൽ മാത്രമാണ് ലക്ഷ്യമിട്ട് വരുന്നത്. ഇത് സാത്താന്റെ അധികാര പരിധിയിലുള്ള ഒരു പ്രത്യേക ദൂതനാണ്. പക്ഷെ അവനെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ദൈവം
അവനും ഒരു പരിധി വെച്ചിട്ടുണ്ട്. ഒരു 5 മാസത്തെ കാലാവധി മനുഷ്യരെ ദണ്ഡിപ്പിക്കാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇപ്പൊ വീണ്ടും ദൈവത്തെ കുറ്റം വിധിക്കാൻ വേണ്ടിയിട്ട്? ദൈവം ശക്തിമാനാണോ, ബലശാലിയാണോ, സർവജ്ഞനാണോ, സർവശക്തനാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം വീണ്ടും 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 മനുഷ്യന് ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് രക്ഷയിലേക്ക് വരാൻ അവസരങ്ങൾ കൊടുക്കുകയാണ്. അവിടെ ആ രക്ഷയിലേക്ക് വരാതെ നിൽക്കുന്നവർക്കുള്ളൊരു ഈ ഭൂമിയിലുള്ളൊരു ന്യായവിധിയുടെ ഭാഗത്തിലൂടെ ദൈവം വീണ്ടും അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ് ചില വ്യക്തികളെ. ചിലർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവസാന നിമിഷവും ദൈവം ഒരു അവസരം കൊടുക്കുകയാണ്. 9:12 കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കഷ്ടങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് രക്ഷയിലേക്ക് നിങ്ങൾ കടന്നു വരൂ. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കൂ. ഇപ്പോഴുള്ള കഷ്ടത്തിലേ നിങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ ഇവിടുന്ന് സഭയെടുക്കപ്പെട്ട് ദൈവം ഇവിടെ ദുഷ്ടാത്മാക്കളെ മൊത്തവും ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള യാതൊരു ചാൻസുമില്ല. അവിടെ ദൈവം മുദ്രയിട്ട വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ. അതും ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പക്ഷെ രക്ഷദാനമായിട്ടാണ് കിട്ടുന്നത്. ഏത് വ്യക്തിക്കും ഏത് ജാതിയോ മതമോ വർഗമോ ജെൻഡറോ ഏതുമായിക്കോട്ടെ, പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ നേടാൻ പറ്റുന്ന, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതാൻ പറ്റുന്ന തക്ക സമയം ഇപ്പോഴാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഇനിയും ഇതിലും വലിയ കഷ്ടങ്ങൾ ഇനിയും വരാൻ പോവുകയാണെന്നാണ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന്റെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തിൽ അല്ലാത്തൊരു ജീവിതം വളരെ ഭീകരമാകുമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മുദ്രയുള്ളവർ സുരക്ഷിതരാണ്. ഇന്ന് കൃപയുടെ കാലമാണ്. ഈ കൃപയുടെ ഒരു കാലത്ത് ദൈവത്തിലേക്ക് തിരിയാനുള്ളൊരു സമയമാണ്. ഇപ്പോൾ തന്നെ തിരിഞ്ഞുകൊള്ളൂ. ഈ കഷ്ടങ്ങളിലേക്ക് പോകാതെ ഇപ്പോൾ തിരിഞ്ഞുകൊള്ളൂ. ഇപ്പോഴാണ് ആ സമയം. ഇപ്പോഴാണ് നിങ്ങളുടെ രക്ഷയ്ക്കുള്ള സമയം. ഇപ്പോഴാണ് യേശുക്രിസ്തുവിനെ ഏറ്റെടുക്കാനുള്ള സമയം. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ വിധ കഷ്ടങ്ങളിലേക്ക് പോകാതെ ദൈവത്തിലേക്ക് ചേർന്ന് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇപ്പോഴും മറ്റുള്ളവരെ നോക്കി വിധിച്ചുകൊണ്ടും മറ്റുള്ള കാര്യങ്ങളെ നോക്കി വിധിച്ചുകൊണ്ടും ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രക്ഷ അനുഭവിക്കാൻ പറ്റില്ല. ദൈവത്തെ വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവത്തിനെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 13 മുതൽ 21 വാക്യങ്ങൾ അടുത്തൊരു വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാകും. ദയവ് ചെയ്ത് എൻ്റെ എല്ലാ പ്രേക്ഷകരും ഇതിനെ മറ്റുള്ള വ്യക്തികളിലേക്ക് എത്തിക്കാനും ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുക്കാനും നന്മയായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ആരെയും കുറ്റം വിധിക്കുകയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. കാരണം നിങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. അങ്ങനെയുള്ള നിങ്ങളെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ കുറ്റങ്ങളോ നിങ്ങളുടെ പോരായ്മകളോ ഒന്നും എടുത്തു പറയുന്നില്ല. എനിക്ക് ആവശ്യം ഒറ്റ കാര്യമേ ഉള്ളൂ: യേശുക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുക. നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതും. നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഇടയാകും. നിങ്ങൾക്ക് സ്വർഗത്തിലൊരു അവകാശിയായി തീരുവാൻ, ദൈവ മക്കളാകാനുള്ള ഒരു അവകാശം നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് വേണ്ടുന്നത് അത്രമാത്രമേ ഉള്ളൂ. അവരെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.